മത്തി വെച്ചിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സൈഡ് ഡിഷാണ്. നമുക്കിത് മാത്രം മതിയാകും ചോറുണ്ണാൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു മിക്സിൻ്റെ ജാറിലേക്ക് നമ്മൾ ഒരു കഷ്ണം തക്കാളി, ഒരു 3-4 കുഞ്ഞുള്ളി, പിന്നെ കുറച്ച് കാന്താരി മുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, നമുക്കൊരു 1/2 ടീസ്പൂണോളം കുരുമുളകും ഇട്ട് കൊടുക്കാം. അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ഒരുപാട് എടുക്കുന്നുണ്ടെങ്കിൽ പുളി ഒരു ഇത്തിരി മാത്രം എടുത്താൽ മതി. ഇനി ഇതൊരു 1/4 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇനി ഇതാ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ചും കൂടിയും വെള്ളം മിക്സിയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമായില്ല ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ മത്തി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പുരട്ടി വെച്ചതാണ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ തിള വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇനി ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ മേലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ വെളുത്തുള്ളി വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ചതക്കിയിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറിയ മത്തി ആയതുകൊണ്ട് തന്നെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. വലിയ മത്തി വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും മാത്രമേ ഞാൻ ഡ്രൈ ആക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പറ്റി കൂട്ടിയിട്ട് തന്നെ നമുക്ക് ചോറുണ്ണാൻ കഴിയും. ഇനിയിപ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആക്കി എടുത്തിട്ട് നല്ല ഫ്രൈ പോലെ ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഇത് ട്രൈ ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്.